ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ്. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. താഴേക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 25-ന് കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ആരോഗ്യപരമായ ഉന്നമനം ലക്ഷ്യമിട്ടാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ആർദ്രം മിഷൻ. സർക്കാരിൻ്റെ ആർദ്രം മിഷന്റെ പദ്ധതിയുടെ ഭാഗമായാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 25-ന് വെള്ളിയാഴ്ച കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെട്ടിടം നാടിന് സമർപ്പിക്കും. രോഗികളെ പരിശോധിക്കുന്നതിനുള്ള OP വിഭാഗം, ഒബ്സർവേഷൻ റൂം, ഫാർമസി, മരുന്ന് സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റോർ റൂം, കുടിവെള്ളം, ടോയ്ലറ്റ് സൗകര്യം, ആശ്വാസ് പദ്ധതി പ്രവർത്തനങ്ങളുടെ സൗകര്യം തുടങ്ങി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ പറഞ്ഞു. ഉദ്ഘാടനകർമ്മം ഈ വരുന്ന 25-ാം തീയതി ബഹുമാന്യനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ നിർമ്മൽ അവർ നിർവഹിക്കുന്നത് രാവിലെ 10 മണിക്കാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, തൊട്ടടുത്ത പഞ്ചായത്തുകളായിട്ടുള്ള പച്ചനന്ദികര പഞ്ചായത്ത്, അതുപോലെ ആദിപ്പറമ്പ് പഞ്ചായത്ത്, എട്ടത്തൂർ പഞ്ചായത്ത്, അലനൂർ പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം തന്നെ രോഗികൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിച്ച് വരികയാണ്. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മുടെ പഞ്ചായത്ത് ആർദ്രം മിഷനിലൂടെ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം നടത്തി വരുന്നത്. നമ്മുടെ ഒരു പുതിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കാലം മുമ്പ് നാട്ടുകാരുടെ സഹായത്തോടു കൂടി 1 ഏക്കർ സ്ഥലമാണ് നമുക്ക് പഞ്ചായത്തിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത്. ആ സ്ഥലത്താണ് ഒരു ബിൽഡിംഗ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 2020 അവസാന സമയത്ത്, ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മുടെ മംഗളാംകുഴി അരി MLA മംഗളാംകുഴി അരിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വരുന്ന ബാക്കി വർക്കുകൾ, അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് 36 ലക്ഷം രൂപ മൊത്തം 86 ലക്ഷം രൂപ വെച്ചിട്ടാണ് പഞ്ചായത്ത് പണി. നാട്ടുകാരുടെ സഹകരണത്തോടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി വളരെ കാലം മുമ്പ് വാങ്ങിയ 1 ഏക്കർ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 86 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്പോൺസർഷിപ്പിലൂടെ ടെലിവിഷൻ, AC, ഇരിപ്പിടങ്ങൾ തുടങ്ങിയ വിവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് വകയിരുത്തി പ്രാഥമികമായി തയ്യാറാക്കിയ കെട്ടിടത്തെ നവീകരിച്ചാണ് ഇപ്പോൾ പുതിയ കെട്ടിടം നാടിന് സമർപ്പിക്കുന്നത്. കേരള സർക്കാർ ആർദ്രം മിഷനിൽ ഉൾപ്പെടുത്തിയ സബ് സെൻ്ററുകളെ കൂടുതൽ ചികിത്സാ ആരോഗ്യ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിന് സബ് സെൻ്ററുകളെ വെൽനസ് സെൻ്ററുകളായി മാറ്റുകയാണ്. ഇതിൻ്റെ ഭാഗമായി കരിങ്കല്ലത്താണിയിലെ സബ് സെൻ്ററിൻ്റെ 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം കൂടി ഇതോടൊപ്പം നടക്കും. 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ, മെഡിക്കൽ ഓഫീസർ ഷാനവാസ് KV, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷിബില ദിലീപ്, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീശാന്ത് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.